ഹായ് ഗായ്സ്, ഇന്ന് നിയാ ബേബിക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ മോർണിംഗിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് വെയിറ്റ് ഗെയിനിലും അവൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാരണം ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുമ്പോഴും അവൾ ഓടിക്കളിക്കുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ 1 വയസ്സായി. അപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ കഴിക്കുന്നത് അവളുടെ ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ അവൾ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ചോദിക്കുന്നത്, കുഞ്ഞെന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നില്ലേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. എനിവേയ്സ് അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റ് കൊച്ചിന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ നീയുവിന് മോർണിംഗിൽ ദോശയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഞാൻ റുട്ടീൻസ് ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോഴേ നമ്മുടെ ഫുഡിൻ്റെ റുട്ടീൻസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ തലേദിവസമേ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദോശമാവ് അരച്ച് വെച്ചത് രാവിലെ ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. ഈ ദോശയിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 സ്പൂൺ ബട്ടറാണ് കേട്ടോ. ബട്ടർ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, വെയിറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തിയാണ് കേട്ടോ. അതുകൊണ്ട് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ആപ്പിൾ പ്യൂരി ഉണ്ടാക്കാം. അതൊരു മിക്സ് സ്നാക്സ് ആയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ആപ്പിൾ നന്നായി വേവിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ലഞ്ചിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നോർമൽ ചോറും കേർഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെണ്ടക്ക തോരനാണ്. മാക്സിമം ഈ ഒരു വെള്ളം ബോട്ടിൽ ഫുൾ കംപ്ലീറ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി ഈവനിങ്ങിലേക്ക് സ്നാക്സായിട്ട് ബനാന ഫ്രൈ ആണ്. ബനാന ഫ്രൈ എന്ന് പറയുമ്പോൾ ബനാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, ഗീ ഇട്ടിട്ട്, അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതും ബേബിക്ക് വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡ് തന്നെയാണ്. ഗീയും ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതിലേക്ക് ബനാന ഇട്ട് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നീയോനിത് ഞാൻ സ്നാക്സായിട്ട് കൊടുക്കും കേട്ടോ ഈവനിങ്ങിൽ. ഇനി നമുക്ക് ഡിന്നറിലേക്ക് നമുക്കൊരു പൊട്ടറ്റോ വെച്ചിട്ടൊരു പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കിതിലേക്ക് ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് സ്മാഷ് ചെയ്യാം. ഞാൻ എഗ്ഗ് സ്മാഷ് ചെയ്യാതെയാണ് കൊടുക്കുന്നത്.